ഇതെന്നാ സാറേ രാവിലെ ഈ വടിയും വലയൊക്കെ ആയിട്ട്? മുൻകരുതലാ. ഇവിടെ മുഴുവനെ പട്ടികളാ. മിനിയാന്ന് രാവിലെ നടക്കാനിറങ്ങിയ തൊമ്മിച്ചനെ സാറാമ്മ പട്ടിയിട്ട് ഓടിച്ചു. വെപ്രാടത്തിനിടെ സാറാമ്മ തൊമ്മിച്ചനെ തള്ളിയിട്ടിട്ട് ഒറ്റ ഓട്ടം. തൊമ്മിച്ചൻ്റെ വയറ്റിന് ചുറ്റും 7 ഇഞ്ചക്ഷനാണ്. പിന്നെ കയ്യേലും കാലേലും ചന്തിയിലും ഒക്കെ ആയിട്ട് 4 വേറെയും. ഇനിയും പോണം 3 പ്രാവശ്യം കൂടെ ആശുപത്രിയിൽ. ആണോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ സാറി വടിയും വലയൊക്കെ ആയിട്ട് നടന്നു പട്ടിയെ വല്ലതും കൊന്നാ വലിയ കേസാവും കേട്ടോ. അതൊക്കെ അറിയാവുള്ളൂ. നമുക്ക് നമ്മുടെ ജീവനല്ലേ വലുത്. കഴിഞ്ഞിടെ കൊല്ലത്ത് 4ാം ക്ലാസ്സുകാരൻ കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചില്ലേ? ആലപ്പുഴയിൽ വീട്ടുമുറ്റത്ത് ഷെഡി കിടന്നുറങ്ങിയ വൃദ്ധയെ തെരുവുനായ കടിച്ചു കീറി കൊന്നില്ലേ? അങ്ങനെ എത്ര സംഭവം. ശരിയാ. എന്നാലും ഇത്രയൊക്കെ ആയിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ അധികാരികൾക്കാകുന്നില്ലല്ലോ. ഈ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തെരുവ് നായ്ക്കൾ പെറ്റുവരുകാതിരിക്കാൻ വന്ധ്യംകരണം നടത്തി വരികയായിരുന്നല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ ആനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റം പരിഷ്കരിച്ച് കർശന നടപടി ഇറക്കിയിരിക്കുന്നു. എന്ന് വെച്ചാ കേന്ദ്രം പറയുന്നത് വന്ധ്യംകരണം ചെയ്യുന്ന സർജൻ മാത്രം പോരാ, AC മുറി നിർബന്ധമായും വേണം. നായ അവിടെ പാർപ്പിച്ച് 6 ദിവസം കഴിഞ്ഞ് മുറിവ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പുറത്തിറക്കി ABC കേന്ദ്രങ്ങൾ സംരക്ഷിക്കാവൂന്ന്. എങ്ങനെയുണ്ട്? സത്യത്തിൽ ഇതൊരു വലിയ പ്രശ്നമാണല്ലോ സാറേ. ഇവരൊക്കെ എന്ത് ധാരണയിലാ ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഇവിടെ മനുഷ്യർക്കാണോ മൃഗങ്ങൾക്കാണോ പ്രഥമ പരിഗണന?